കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ, മിശിഹാ കർത്താവേ. അഖില ലോക നായക വാഴ്ത്തിടുന്നു ഞങ്ങൾ, ഈശോനാഥ പുകഴ്ത്തിടുന്നു ഞങ്ങൾ. നീയല്ലോ ശരീരങ്ങൾ കുയിർപ്പേകുന്നു, നീ തന്നെ ആത്മാവിനു രക്ഷയേകുന്നു. അഖില ലോക നായക വാഴ്ത്തിടുന്നു ഞങ്ങൾ, ഈശോനാഥ പുകഴ്ത്തിടുന്നു ഞങ്ങൾ. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ശാലോം ടെലിവിഷൻ ഒരുക്കുന്ന വലിയ ആത്മീയ ശുശ്രൂഷയായ ഹോസ്രിമാറിൻ്റെ 3-ാം ദിവസമായ ഇന്നത്തെ ശുശ്രൂഷയിൽ നമ്മൾ ഓരോ വ്യക്തിയും പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ തിരുസഭയെ പൂർണ്ണമായിട്ടും കർത്താവായ യേശുവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്ത പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. സഭ മുഴുവനെയും നമ്മൾ ഈ ദിവസം ശുശ്രൂഷയിൽ പ്രത്യേകമായി സമർപ്പിക്കുക. ഈ ജപമാല മാസം ശാലോം ടെലിവിഷൻ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധയൂന്നുക. 50 ലക്ഷം ജപമാല ചൊല്ലി സഭയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി കാഴ്ചവെക്കുകയാണ്. നമ്മുടെ സഭ ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള, പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ അഭിഷേകമുള്ള, കൂട്ടായ്മയും സ്നേഹവും നിറഞ്ഞു നിൽക്കുന്ന യേശുവിൻ്റെ വലിയ അഭിഷേകം നമ്മുടെ സഭയിൽ ഓരോ മേഖലയിലും വെളിപ്പെടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മാർപ്പാപ്പയെ പ്രത്യേകമായി നമുക്ക് സമർപ്പിക്കാം. എല്ലാ കർദിനാൾമാരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ അഭിമന്യ മെത്രാന്മാരെയും നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഓ ദൈവമേ, ഈ സമയം തിരുവസ്തുരൂപനായ ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് എല്ലാ വൈദികരെയും സമർപ്പിതരെയും നിങ്ങൾ സമർപ്പിക്കുകയാണ്. വൈദിക സമർപ്പിത പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ പ്രത്യേകമായി ഞങ്ങൾ ഈ ദിവസം സമർപ്പിക്കുകയാണ്. ദൈവവിളിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളെയും കാഴ്ചവെക്കുക. എല്ലാ ആത്മായ ശുശ്രൂഷകരെയും ഞങ്ങൾ കാഴ്ചവെക്കുക. മിഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഞങ്ങൾ പ്രത്യേകമായി കാഴ്ചവെക്കുക. ഓ ദൈവമേ, സഭയിലുള്ള എല്ലാ കുഞ്ഞുമക്കളെയും, ഗർഭശിശുക്കൾ, കുഞ്ഞുങ്ങൾ, പഠിക്കുന്ന മക്കൾ, പ്രത്യേകമായി യുവതി യുവാക്കളെ ദൈവമേ കാഴ്ചവെക്കുക. മാതാപിതാക്കൾ, വാർദ്ധക്യം വന്നവരെ എല്ലാം കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്ന സമയം ദൈവത്തിൻ്റെ വലിയ ഒരു വിടുതലും വലിയൊരു അഭിഷേകവും വലിയ ഐക്യവും നമ്മുടെ സഭയിൽ അതിശക്തമായി ഈ സമയം വെളിപ്പെടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയം യേശുവേ, ഞങ്ങളുടെ സഭയിലേക്ക് ശക്തമായിട്ട് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കാം. സഭ യേശുവിൻ്റേതാണ്. ഓ ദൈവമേ,
അങ്ങയുടെ സഭയെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം നമ്മുടെ സഭയെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ ഗാനം ആലപിക്കുമ്പോൾ സാധിക്കുന്ന എല്ലാ വ്യക്തികളും കരങ്ങളടിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിലുള്ള വലിയൊരു വിടുതൽ സഭ മുഴുവൻ ഒരു വ്യക്തിയിലും സഭയുടെ എല്ലാ ശുശ്രൂഷയുടെ മേഖലകളിലും വെളിപ്പെടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, ശാലോം ടെലിവിഷൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ പ്രത്യേകമായി കാഴ്ചവെക്കുകയാണ്. ശാലോം ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഞങ്ങൾ കാഴ്ചവെക്കുകയാണ്. കരങ്ങളടിച്ച് യേശുവിൻ്റെ നാമം രക്ഷയുടെ നാമമാണ് ചേർത്ത് പാടി ആരാധിക്കാൻ. നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് കരങ്ങളടിച്ചുകൊണ്ട് തിരുവസ്തുവായി യേശുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ഇടവക കൂട്ടായ്മയെ കാഴ്ചവെച്ചു. നമ്മൾ ഓരോ കുടുംബ കൂട്ടായ്മയെ കാഴ്ചവെച്ചു. ഓരോ ഇടവയിലുള്ള വിവിധങ്ങളായ ഭക്ത സംഘടനകളെ കാഴ്ചവെച്ചു. ദൈവമേ, പ്രത്യേകമായി പ്രാർത്ഥിക്കുക. യുവതിയുവാക്കളെ യുവജനങ്ങളെ ഞങ്ങൾ പ്രത്യേകമായി സമർപ്പിക്കുക. വൈദിക സമർപ്പിത പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ ദൈവമേ പ്രത്യേകമായി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുക. സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളെ ദൈവമേ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ചെറുതുപാട് യേശുവിനാമം രക്ഷകൻ നാമം സൃഷ്ടപ്രപഞ്ചം വണങ്ങുന്ന നാമം സാത്താൻ ശക്തികൾ തകരുന്ന നാമം രോഗപീഠകൾ നീക്കുന്ന നാമം യേശുവിനാമം രക്ഷകൻ നാമം സമയം തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ പൈശാചിക ശക്തികളും യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകാമേ കൽപ്പിച്ച് പാടി പ്രാർത്ഥിക്കുന്ന നാമം രോഗപീഠകൾ നീക്കുന്ന നാമം യേശുവിനാമത്തിൽ വിടുതൽ യേശുവിനാമത്തിൽ സൗഖ്യം യേശുവിനാമത്തിൽ വിടുതൽ യേശുവിനാമത്തിൽ സൗഖ്യം യേശുവിന്റെ തിരുക്കുരിശിൻ ചുവട്ടിൽ പാപവും രോഗവും മാറട്ടെ ബന്ധനവും കെട്ടുകളും അഴിയട്ടെ പാപവും രോഗവും മാറട്ടെ ബന്ധനവും കെട്ടുകളും അഴിയട്ടെ സമർപ്പിച്ച് ശക്തിയോട് വിളിക്കുന്നു യേശുവേ ഈ നിമിഷം യേശുനാമത്തെ സംഭവിക്കട്ടെ നിമിഷം കരങ്ങൾ കൂപ്പിപ്പിടിക്കുക. തിരുവസ്തുരൂപനായ ഈശോയെ കണ്ണുകൾ തുറന്ന് ഈ സമയം നമുക്ക് നോക്കാം. തിരുവസ്തുരൂപനായ ഈശോയെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട തിരുസഭയെ ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ സഭയെ സ്നേഹിക്കാനും സഭയോടൊത്ത് ചിന്തിക്കാനുള്ള വലിയ ഒരു അഭിഷേകം സഭയുടെ മക്കൾ എന്ന നിലയിൽ ഈ സമയം ഓരോ വ്യക്തിക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം നമ്മുടെ എല്ലാ നിയോഗങ്ങളും തിരുസഭയെ സമർപ്പിച്ച് സഭയുടെ അധികാരികളെ സമർപ്പിച്ച് ദൈവമേ പ്രത്യേകമായി ഞങ്ങൾ മൗനമായി പ്രാർത്ഥിക്കുന്ന സമയം കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ച് പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ എന്നും പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ ശാന്തമായി നമുക്കിരിക്കാം. ശാലോം ടെലിവിഷൻ ഒരുക്കുന്ന റോസറി വാറിൻ്റെ 3-ാം ദിവസമായി ഇന്ന് പ്രത്യേകമായി നമ്മൾ ചിന്തിക്കുകയും
ധ്യാനിക്കുകയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വലിയ ഒരു മേഖല നമ്മുടെ സഭയുടെ ശാക്തീകരണമാണ്. പ്രിയമുള്ള ദൈവമക്കളെ, തിരുസഭയെക്കുറിച്ച് വിശുദ്ധ സിപ്രിയൻ ഇപ്രകാരമാണ് പറയുക. വിശുദ്ധൻ പറയുന്നു, തിരുസഭ നിനക്ക് മാതാവല്ലെങ്കിൽ ദൈവം നിനക്ക് പിതാവായിരിക്കുകയില്ല. അതായത് ദൈവമായ കർത്താവിനെ ആബാ പിതാവേ എന്ന് വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവിനെ സ്നേഹത്തോടു കൂടി നമ്മൾ കാണുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവൻ, ദൈവത്തെ പിതാവായി കാണുന്നൊരു വ്യക്തി ദൈവം സ്ഥാപിച്ച തിരുസഭയെ മാതാവായി കാണണം. എന്തുകൊണ്ടാണ് വിശുദ്ധ സിപ്രിയൻ ഇപ്രകാരം പറയുക? അമ്മയെ നമ്മളെല്ലാവരും സ്നേഹിക്കുന്നു. ഏതൊരു കുറ്റവാളിയാകട്ടെ, ഒരു നന്മ പോലും ചെയ്യാത്ത വ്യക്തിയാകട്ടെ, ഈ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഏറ്റവും മോശമായി ജീവിക്കുന്ന ഒരു വ്യക്തിയാകട്ടെ, പക്ഷേ ആ മനുഷ്യൻ സ്വന്തം അമ്മയെ സ്നേഹിക്കുന്നു. അമ്മയ്ക്ക് എന്ത് കുറവുണ്ടെങ്കിൽ പ്രിയമുള്ള ദൈവമക്കളെ അമ്മയെ സ്നേഹിക്കുക, അമ്മയെ സ്നേഹിച്ച് ചേർത്ത് പിടിക്കുക. അതുകൊണ്ടാണ് വിശുദ്ധൻ പറയുക, തിരുസഭ എനിക്ക് നിങ്ങൾക്ക് മാതാവാകുന്നില്ല എങ്കിൽ ദൈവം നിനക്ക് പിതാവായിരിക്കുകയില്ല. ഈ ദിവസം തിരുസഭയെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സഭയെന്ന് പറയുക കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തുടർച്ചയാണ്. വലതുകരമുയർത്തി ദൈവമായ കർത്താവിന് മഹത്വം കൊടുത്ത് നമുക്കൊന്ന് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ നിന്നുള്ള അല്ലെങ്കിൽ രക്ഷാകര പദ്ധതിയിൽ നിന്ന് ഉടലെടുത്തതാണ് സഭയെന്ന് പറയുക. സഭ സംസാരിക്കുമ്പോൾ ദൈവമാണ് സംസാരിക്കുക. സഭ ചിന്തിക്കുമ്പോൾ ദൈവമാണ് ചിന്തിക്കുക. സഭ പ്രവർത്തിക്കുമ്പോൾ ദൈവമാണ് പ്രവർത്തിക്കുക. സഭയെക്കുറിച്ച് കർത്താവായ യേശു ഇപ്രകാരം അരുളി ചെയ്യുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 19-ാം തിരുവചനം വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ 18-ാം തിരുവചനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. സഭയെക്കുറിച്ച് ദൈവമായ കർത്താവിൻ്റെ വലിയ സ്വപ്നങ്ങൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-19 തിരുവചനങ്ങളിലൂടെ യേശു പറയുകയാണ്. പത്രോസിനെ നോക്കിക്കൊണ്ട് യേശു പറയുന്നു, ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസ, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സാധിക്കുന്ന ദൈവമക്കൾ ഇടതുകരം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ തിരുവചന ഭാഗം സ്വരമുയർത്തി നമുക്ക് നേറ്റു പറയാം. ഞാൻ നിന്നോട് പറയുന്നു, നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, നീ പത്രോസാണ്, നീ പത്രോസാണ്, നീ പത്രോസാണ്. ഈ പാറമേൽ, ഈ പാറമേൽ എന്റെ സഭ, എന്റെ സഭ ഞാൻ സ്ഥാപിക്കും. ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ, നരക കവാടങ്ങൾ അതിനെതിരെ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. പ്രബലപ്പെടുകയില്ല. നരക കവാടങ്ങൾ നരക കവാടങ്ങൾ അതിനെതിരെ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. പ്രബലപ്പെടുകയില്ല. ഇരുകാരമുയർത്തി സ്വരമുയർത്തി പറയാമോ ഹല്ലേലൂയ, ഹല്ലേലൂയ, അഭിഷേകത്തോടെ പറയാമോ ഹല്ലേലൂയ, ഹല്ലേലൂയ, സഭയെ സ്നേഹിച്ചുകൊണ്ട് പറയാമോ ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവായ യേശു വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 19-ാം വചനത്തിൽ അരുളി ചെയ്യുക, ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസ, പക്ഷേ നീയാകുന്ന ഈ പാറമേൽ നിന്റെ സഭ ഞാൻ സ്ഥാപിക്കുമെന്നല്ല യേശു പറയുക. നിങ്ങളുടെ സഭ ഞാൻ സ്ഥാപിക്കുമെന്നല്ല യേശു പറയുക. സഭയെക്കുറിച്ച് എപ്പോഴൊക്കെ ദൈവം സംസാരിക്കുന്നുവോ അപ്പോഴൊക്കെ ദൈവമായ കർത്താവ് പറയുക എൻ്റെ സഭ എന്നാണ്. പത്രോസിനെ നോക്കിക്കൊണ്ട് യേശു പറയുക, നീയാകുന്ന ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കാം. പ്രിയമുള്ള ദൈവമക്കളെ, സഭ ദൈവത്താൽ സ്ഥാപിതമാണ്. സഭ ദൈവത്താൽ സ്ഥാപിതമായതുകൊണ്ട് കർത്താവായ യേശു പറയുക, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. വീണ്ടും 16-ാം അധ്യായം 19-ാം വചനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കുക. വലതുകരമുയർത്തി സന്തോഷത്തോടെ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ എന്ന്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിങ്ങളും സഭയിൽ അംഗമായിരിക്കുക,
നമ്മുടെ ആരുടെയും കഴിവ് കൊണ്ടോ നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ സഭയിൽ അംഗങ്ങളായിരുന്നത് കൊണ്ടല്ല. മറിച്ച് ഒരു കാര്യം അറിയണമേ, ഞാൻ നിങ്ങൾ സഭയിലായിരിക്കുന്നത് ഇത് ദൈവികമായ ഒരു തിരഞ്ഞെടുപ്പാണ്. സഭയിൽ അംഗമാകുക എന്ന് പറയുമ്പോൾ ദൈവമായ കർത്താവ് എന്നെ നിങ്ങളെയും പേര് ചൊല്ലി വിളിച്ച് ദൈവത്തിൻ്റെ സഭയിൽ അംഗമാക്കി മാറ്റുമ്പോൾ ദൈവം അത്രമാത്രം എന്നെ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ട്. സഭയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുകയാണ്. അപ്പസ്തോല പ്രവർത്തനം 20-ാം അധ്യായം 28-ാം തിരുവചനം പറയുന്നു, കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭ എന്ന്. ഒന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്ത് പറയാമോ ഹല്ലേലൂയ എന്ന്? ഹല്ലേലൂയ. നമ്മുടെ സഭ ദൈവത്തിൻ്റെ സഭയാണ്. ദൈവമാണ് ഈ സഭയെ സ്ഥാപിച്ചത്. ഈ സഭയിൽ അംഗമായതിനെ ഓർത്ത് അഭിമാനിക്കാൻ സാധിക്കണം. ഇന്ന് അനേകായിരം ജനം സഭയ്ക്ക് വേണ്ടി പരിത്യാഗത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. സഭയിലെ അഭിയുന്ന പിതാക്കന്മാരെ സമർപ്പിച്ച്, കർദിനാൾമാരെ സമർപ്പിച്ച്, മാർബാബയെ സമർപ്പിച്ച്, വൈദിക സമർപ്പിതരെ സമർപ്പിച്ച് സഭയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന അനേകം ആത്മായ ശുശ്രൂഷകരുണ്ട്. സഭയ്ക്ക് വേണ്ടി രാപകൽ അധ്വാനിക്കുന്ന അനേക യുവജനങ്ങളുണ്ട്. സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അനേക കുഞ്ഞുമക്കളുണ്ട്. സഭയെ സ്നേഹിക്കുക, സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളെയും നമുക്ക് ഈ ദിവസം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, വിശുദ്ധ സിപ്രിയൻ ഇപ്രകാരം പറയുന്നു, സദാ തിരുസഭയോട് ചേർന്ന് ചിന്തിക്കുക. സദാ തിരുസഭയോട് ചേർന്ന് ചിന്തിക്കുക. ഇന്ന് ഈ ശുശ്രൂഷയിൽ ഞാൻ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ എനിക്ക് എൻ്റെ ഈശോയെ നോക്കിക്കൊണ്ട് പറയാൻ സാധിക്കുമോ, ഞാൻ എൻ്റെ സഭയോട് ചേർന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെന്ന്? ഞാൻ എൻ്റെ സഭയോട് ചേർന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന്? ഞാൻ എൻ്റെ സഭയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണോ എന്ന് സ്വയം ചിന്തിക്കുക. സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, സഭയ്ക്ക് വേണ്ടി നിസ്വാർത്ഥമായി അധ്വാനിക്കുന്ന ജനലക്ഷങ്ങളുണ്ട്. അവരോട് ചേർന്ന് നമുക്ക് സഭയെ ശക്തിപ്പെടുത്താം. സഭയ്ക്ക് വേണ്ടി ശക്തമായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ സഭയിലേക്ക് കൂട്ടായ്മ തരണമേ. അങ്ങയുടെ സഭയിൽ ഓരോ വ്യക്തിക്കും വിധേയത്വം തരണമേ. അനുസരണത്തിന് കീഴിൽ ജീവിക്കുന്ന വലിയ ഒരു അഭിഷേകം ദൈവമേ, കർത്താവായ യേശുവേ, അവിടുന്ന് പിതാവായ ദൈവത്തിന് കീഴ്പ്പെട്ട് ജീവിച്ചതുപോലെ ഞങ്ങൾ ഓരോ വ്യക്തിയും സഭയ്ക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്ന, സഭയുടെ അധികാരത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളായി, സഭാമക്കളായി ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ അമ്മ ത്രേസ്യ ഇപ്രകാരം പറയുന്നുണ്ട്, തിരുസഭയുടെ ഒരു കുഞ്ഞായി മരിക്കുന്നതിൽ ഞാൻ ആനന്ദം കൊള്ളുന്നു. വിശുദ്ധ അമ്മ ത്രേസ്യ പറയുക, തിരുസഭയുടെ ഒരു കുഞ്ഞായി മരിക്കുന്നതിൽ ഞാൻ ആനന്ദം കൊള്ളുന്നു. നിശാലോ ടെലിവിഷനിലൂടെ ഈ റോസറി വാർ ശുശ്രൂഷയിൽ നമ്മൾ ഓരോ വ്യക്തിയും പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ അമ്മ ത്രേസ്യ പറഞ്ഞതുപോലെ തിരുസഭയുടെ ഒരു കുഞ്ഞായി മരിക്കുന്നതിൽ ദൈവമേ ഞാൻ ആനന്ദം കൊള്ളുന്നു എന്ന് പറയത്തക്ക രീതിയിൽ സഭയെ സ്നേഹിക്കുന്ന, സഭയോട് ചിന്തിക്കുന്ന, സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായി, ഭവനമായി, സമൂഹമായി ഞങ്ങളുടെ ജീവിതങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കരങ്ങൾ നമുക്ക് സ്വർഗത്തിലേക്ക് ഒരു നിമിഷം ഉയർത്തിപ്പിടിക്കുക. ദൈവമേ, ഞാൻ എൻ്റെ സഭയെ സ്നേഹിക്കുക. ദൈവമേ, ഞാൻ എൻ്റെ സഭയെ അംഗീകരിക്കുക. ദൈവമേ, ഞാൻ എൻ്റെ സഭയെ അനുസരിക്കുന്ന വ്യക്തിയായി മാറാൻ പോവുകയാണ്. എൻ്റെ ജീവിതത്തിലേക്ക് ശക്തമായി കടന്നു വരണമേ. ദൈവമേ, സഭാ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം, സഭയുടെ അധികാരികളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം, തിരുസഭയെ സമർപ്പിച്ച് സഭയുടെ എല്ലാ നിയോഗങ്ങളെയും കാഴ്ചവെച്ചുകൊണ്ട് ശക്തിയോടെ യേശുവേ 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 എന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയം,
അപ്പോസ്തല സഭയുടെ ലേഖനം 4-ാം അധ്യായം 5-ാം വചനത്തിന്റെ അഭിഷേകം വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനമേ ഉള്ളൂ. വലിയ കൂട്ടായ്മയുടെ അഭിഷേകം സഭയിൽ ഓരോ വ്യക്തിക്കും തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുകരങ്ങൾ ഉയർത്തി ശക്തിയോടെ വിളിക്കുന്നു, യേശുവേ. സ്നേഹിച്ചുകൊണ്ട് വിളിക്കുന്നു, യേശുവേ. ശക്തമായിട്ട് കരങ്ങളടിച്ചുകൊണ്ട് ദൈവമേ, ശക്തമായി കരങ്ങളടിച്ചുകൊണ്ട് ആരും മറ്റാരെയും ശ്രദ്ധിക്കാതെ ദൈവമായ കർത്താവായ യേശുവെ നോക്കിക്കൊണ്ട് ദൈവമേ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയോടെ ശക്തമായ യേശുനാമത്തിൽ ബുദ്ധിത സമകൂട്ടായ്മയിൽ സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം ദൈവമേ, സഭയെ സ്നേഹിക്കുന്ന വ്യക്തികളായി രൂപാന്തരപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുക. സഭയ്ക്കെതിരെ ചിന്തിക്കുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന വ്യക്തികൾ, പ്രവർത്തിക്കുന്ന വ്യക്തികൾ, അവരിലൂടെ തിന്മയുടെ സ്വാധീനങ്ങൾ, പൈശാചികമായ ബന്ധനങ്ങൾ ഈ നിമിഷം യേശുവിന്റെ നാമശക്തിയാൽ വിശ്വകുരിശനാൽ തിരിച്ചൊരയാൻ ചിന്തിക്കുന്നു, ശ്വസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, കുടുംബങ്ങളുടെ നാമത്തെ കൽപ്പിക്കുന്നു, ശക്തിയോടെ വിളിക്കുന്നു, യേശുവേ. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി തിരുവസ്തുര്യവനായ യേശുവെ നോക്കിക്കൊണ്ട് വിശുദ്ധ അമ്മ ത്രേസ്യ പറഞ്ഞതുപോലെ നമുക്ക് ഓരോ വ്യക്തിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ സഭയെ സ്നേഹിച്ച് ഇപ്രകാരം നമുക്ക് പറയാം, ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ എൻ്റെ സഭയെ സ്നേഹിക്കും. വിശുദ്ധ അമ്മ ത്രേസ്യ പറയുന്നു, തിരുസഭയുടെ ഒരു കുഞ്ഞായി മരിക്കുന്നതിൽ ഞാൻ ആനന്ദം കൊള്ളുന്നു. ദൈവമേ, ഏത് പ്രതിസന്ധിയും ഏത് അസ്വസ്ഥയും എതിർപ്പ് വന്നാലും എൻ്റെ മരണം വരെ ഞാൻ സഭയിൽ ഉറച്ചു നിൽക്കുന്ന ദൈവമേ, ശക്തമായ ഒരു തീരുമാനം ഈ സമയം നമുക്കെടുക്കാം. ദൈവമായ കർത്താവ് സമൃദ്ധമായി ഈ സമയം നമ്മെ ഒരു വ്യക്തിയും നമ്മുടെ സഭയും അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ഈ സമയം ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഈ ദിവസം വലിയ തീക്ഷ്ണമായി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, സമയം നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പുണ്യദിനമാണ്. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സഭയിലേക്ക് വലിയ അനുഗ്രഹങ്ങൾ ദൈവമായ കർത്താവ് ഭക്ഷിക്കും. ഭക്തിപൂർവ്വം നമുക്ക് ജപമാലയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയവരും നന്ദിയേറ്റ പാപികളുമായ ഞങ്ങൾ നിസ്സിമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരായിരിക്കുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ജപം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും
ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നത്തെ വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസമെന്ന് പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മഹിമയുടെ ദിവ്യരഹസ്യങ്ങൾ. ഒന്നാം രഹസ്യം, നമ്മുടെ കർത്താവായ ഈശോ മിശിഹ മരിച്ച് മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്തു എന്നതിനുമേൽ നമുക്ക് ധ്യാനിക്കാം. ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ തിരുസഭയ്ക്ക് ധാരാളം നല്ല ദൈവവിളി ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ
അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അയക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം രഹസ്യം, നമ്മുടെ കർത്താവായ ഈശോ മിശിഹ ഉയർത്ത് 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്തു എന്നതിനുമേൽ നമുക്ക് ധ്യാനിക്കാം. ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ മാർപ്പാപ്പ, മെത്രാന്മാർ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട്, എല്ലാ രൂപതകളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ രഹസ്യം ധ്യാനിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി,
കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാം രഹസ്യം. പന്തക്കുസ്ത തിരുനാൾ ദിവസം പരിശുദ്ധ ദേവമാതാവും സ്ലീഹന്മാരും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു എന്നതിനുമേൽ നമുക്ക് ധ്യാനിക്കാം. ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ വൈദികർ, സമർപ്പിതർ എല്ലാവരും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധയുടെ വലിയ സംരക്ഷണം എല്ലാ മക്കൾക്കും ലഭിക്കുവാനായിട്ട് നമുക്ക് ഈ രഹസ്യം ധ്യാനിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അയക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നാലാം രഹസ്യം. പരിശുദ്ധ കന്യകാമറിയം ഈ ലോക ജീവിതം അവസാനിച്ചപ്പോൾ സ്വർഗാരോപതിയായി എന്നതിനുമേൽ നമുക്ക് ധ്യാനിക്കാം. ഈ രഹസ്യം മിഷൻ രംഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് അവരുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഈശ്വര വലിയ സംരക്ഷണം ലഭിക്കുവാനായിട്ട്, പരിശുദ്ധയുടെ സഹായ സംരക്ഷണം ലഭിക്കുവാനായിട്ട് നമുക്ക് ഈ രഹസ്യം ധ്യാനിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അഞ്ചാം രഹസ്യം, പരിശുദ്ധ കന്യകാമറിയം സ്വർഗഭൂലോകങ്ങളുടെ രാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെട്ടു എന്നതിനെ നമുക്ക് ധ്യാനിക്കാം. ഈ രഹസ്യം എല്ലാ ആത്മായ സഹോദരങ്ങളെയും ഇടവക സഭ മുഴുവനെയും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദേവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, സ്ലീഹന്മാരായ മാർ പത്രോസേ, മാർ പൗലോസേ, മാർ യോഹന്നാനെ, മഹാത്മാവായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായെ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, പരിശുദ്ധ മറിയമേ, ദൈവത്തിന്റെ പരിശുദ്ധ ജനനേ, കന്യകകൾക്ക് മകുടമായ നിർമ്മല കന്യകേ, മിശിഹായുടെ മാതാവേ, ദൈവവരപ്രസാദത്തിന്റെ മാതാവേ, ഏറ്റവും നിർമ്മലയായ മാതാവേ, അത്യന്ത വിരക്തയായ മാതാവേ, കളങ്കമറ്റ മാതാവേ, കന്യകാത്വത്തിന് ഭംഗം വരാത്ത മാതാവേ, സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവേ, അത്ഭുതത്തിന് വിഷയമായ മാതാവേ, സതുപദേശത്തിന്റെ മാതാവേ, സ്രഷ്ടാവിന്റെ മാതാവേ, കരുണയുടെ മാതാവേ, പ്രത്യാശയുടെ മാതാവേ, രക്ഷകന്റെ മാതാവേ, ഏറ്റവും വിവേകമതിയായ കന്യകേ, വണക്കത്തിന് ഏറ്റവും യോഗ്യയായ കന്യകേ, സ്തുതിക്ക് യോഗ്യയായ കന്യകേ, മഹാവല്ലഭയായ കന്യകേ, കനിവുള്ള കന്യകേ, ഏറ്റവും വിശ്വസ്തയായ കന്യകേ, നീതിയുടെ ദർപ്പണമേ, ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ, ആധ്യാത്മിക പാത്രമേ, ബഹുമാനത്തിന്റെ പാത്രമേ, അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ദിവ്യരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ, ദാവീദിന്റെ കോട്ടയെ, സ്വർണാലയമേ, വാഗ്ദാനത്തിന്റെ പേടകമേ, സ്വർഗത്തിന്റെ വാതിലേ, ഉഷകാല നക്ഷത്രമേ, രോഗികളുടെ ആരോഗ്യമേ, പാപികളുടെ സങ്കേതമേ, കുടിയേറ്റക്കാരുടെ ആശ്വാസമേ, പീഡിതരുടെ ആശ്വാസമേ, ക്രിസ്ത്യാനികളുടെ
സേനാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർവ്വപിതാക്കന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദീർഘദർശികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ലീഹന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദസാക്ഷികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വന്ദകന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോത്ഭവയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാരോപിതയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മര സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുസഭയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവേശ്വരന്റെ പുണ്യപൂർണയായ മാതാവേ, ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാമാതാവേ, സകല ആപത്തുകളിൽ നിന്നും എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവേ, പൂർണ്ണ മനസ്സോടുകൂടെ സാഷ്ടാംഗം വീണു കിടക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യകയായിരിക്കുന്ന പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നരുളണമേ. ആമേൻ. പരിശുദ്ധ രാജ്ഞി, കരുണയുള്ള മാതാവേ സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി. ഹവ്വായുടെ പുറന്തള്ളപ്പെട്ട മക്കളായി ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിന്റെ താഴ്വരയിൽ നിന്ന് കരഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായി ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ, ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവശക്തന് നിത്യമായ സർവേശ്വര, ഭാഗ്യവതിയായിരിക്കുന്ന പരിശുദ്ധ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങേ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിക്കാൻ ആദിയിൽ അങ്ങ് നിശ്ചയിച്ചുവല്ലോ. ഈ ദിവ്യമാതാവിനെ നനച്ചു സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നരുളണമേ. ആമേൻ. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിലൂടെ വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥ്യം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകേ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്താൽ ധൈര്യപ്പെട്ട് അങ്ങേ തൃപ്പാദ്യങ്ങൾ ഞങ്ങൾ വരുന്നു. നിലവിൽപ്പെട്ട് കണ്ണുധരിച്ചതി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. ഭക്തിപൂർവ്വം നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. നമ്മുടെ ജപമാല പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ വഴി ദൈവമായ കർത്താവ് നമ്മുടെ സഭയ്ക്ക് നൽകിയ നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഈ സമയം നമ്മൾ ഈശോ തരുന്ന ആശീർവാദം നമ്മൾ സ്വീകരിക്കുന്ന സമയമാണ്. ആശീർവാദത്തിനായി നമുക്കൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്ന് മർത്തിനു നീ മോചനമേകി ദിവ്യകടാക്ഷം തൂകളമേ വത്സലസുധരേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ
ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.